വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയും കടന്ന് രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടതിനു പിന്നാലെയാണ് LDFനെയും UDFനെയും രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ച് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ ലേഖനം വൈറലാകുന്നത്. വഖഫ് ബില്ല് കോടതിയിൽ നേരിടും എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പോകുന്നത് മതകോടതികളിലേക്കല്ല എന്നും നീതി ലഭിക്കുന്ന ഇന്ത്യൻ കോടതികളിലേക്കാണെന്നും ക്രിസ്ത്യാനികൾക്ക് നേരെ രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ടെന്നുമാണ് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത്. ക്രൈസ്തവ വിരുദ്ധതകൾ CPMനും കോൺഗ്രസിനും പറഞ്ഞിട്ടല്ല ജനമറിയുന്നത്. മുസ്ലിങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു വിഷയങ്ങളിൽ മാറ്റമുണ്ടാകരുത് എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നവർ ചോദിക്കുന്നു. കത്തോലിക്ക സഭയും മറ്റും ക്രൈസ്തവ വിഭാഗങ്ങളുമൊക്കെ ആക്രമണങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും തിരുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ BJP അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് വഖഫ് നിയമം ഈ രാജ്യത്തെ ജനങ്ങളുടെ വീടും പറമ്പും കയ്യേറുന്നത് കണ്ടു നിൽക്കണമെന്നാണോ എന്ന് ദീപിക ചോദിക്കുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിനെതിരെ നിൽക്കുന്ന BJP നാളെ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ തിരിയും എന്ന മുന്നറിയിപ്പാണ് മറ്റൊരു വ്യാഖ്യാനം. ക്രൈസ്തവർ നാളെയല്ല ഇപ്പോൾ തന്നെ പീഡനങ്ങൾക്ക് വിധേയരാണ് എന്നാണ് ക്രൈസ്തവരുടെ മറുപടി. മധ്യപ്രദേശിലെ ജബൽപൂരില് കത്തോലിക്ക പുരോഹിതരെയും വിശ്വാസികളെയും ആക്രമിച്ച സംഭവങ്ങൾ നിരവധിയുണ്ട്. ആ സമയത്ത് തന്നെയാണ് വഖഫിന്റെ ചർച്ച നടക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് ആക്രമണങ്ങളിൽപ്പെട്ട് ക്രിസ്ത്യാനികൾ വലയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യ മുന്നണിയുടെ സഹായമില്ലാതെ തന്നെ ലോക്സഭയും രാജ്യസഭയും പാസാക്കി. നിയമ ഭേദഗതി ഉടൻ തന്നെ പ്രാബല്യത്തിലാകുമെന്ന് പറഞ്ഞു. ഓൾറെഡി പ്രാബല്യത്തിലായി കഴിഞ്ഞു. ആയിരക്കണക്കിന് പൗരന്മാരെ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ച കിരാത വകുപ്പുകൾ ഒഴിവാക്കി എന്നത് പ്രധാനമാണ്. അതേസമയം എല്ലാ ഭേദഗതികളും മുസ്ലിം സമുദായത്തിന് ഗുണകരമല്ല എന്ന വാദവുമുണ്ട്. മുസ്ലിം ലീഗ് പ്രസ്താവിച്ചതുപോലെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട്. അവര് പോകുന്നത് മത ട്രൈബ്യൂണലുകളിലേക്കല്ലോ. അതിന് അങ്ങനെയൊന്നും പോകാൻ അർഹതയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കുമല്ലോ. എന്തേ പോകാത്തത്? ഈ രാജ്യത്തെ പരമോന്നത നീതിന്യായ സംവിധാനങ്ങളിലേ അവർക്കുള്ളൂ. വഖഫ് നിയമത്തിലെ ജനദ്രോഹ വകുപ്പെങ്കിലും തിരുത്താൻ സഹായിക്കണം എന്ന കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള അഭ്യർത്ഥനകളെ തുടക്കം മുതൽ തന്നെ നിരസിച്ച ഇടതും വലതും പക്ഷം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താനാണ് ലോക്സഭയിലും രാജ്യസഭയിലും ശ്രമിച്ചു എന്നത് ഇന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും തകർക്കപ്പെട്ട പള്ളികൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കിംവദന്തികൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഫലത്തിലെത്തിയില്ല. ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരുന്നു BJP സർക്കാർ വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഇടതിന്റെയും വലതിന്റെയും മതപ്രീണനം എന്താണ് എന്ന് ശരിക്കും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് വഖഫ് നിയമം എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ രൂപത്തിൽ തങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ പോലും നയവും നിലപാടും മാറ്റി രംഗത്ത് വരുന്നത്. ഞങ്ങൾക്കിനിയും ഈ പാർട്ടി വേണ്ട. ഈ പാർട്ടി ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയും വഖഫ് ചർച്ച ചെയ്യപ്പെടും. മുനമ്പത്തെ പ്രസംഗവും ലോക്സഭയിലെ നിയമസഭയിലെയും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു അവസരം വേണം. അത് തന്നെയാണ് കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നത്. വഖഫ് നിയമം പഠിക്കണം. ക്രൈസ്തവർ ഏതാണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനിയൊരു മുനമ്പം ഉണ്ടാകരുത് എന്നതായിരുന്നു ആഗ്രഹം. അത് സാധ്യമാക്കി. പക്ഷേ മുനമ്പത്തെ നിലവിലുള്ള പ്രതിസന്ധികളും മാറേണ്ടതുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ DCC സെക്രട്ടറിയുടെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്നത്. അതായത് എന്നോടൊപ്പം
നിങ്ങളിൽപ്പെട്ട 1000 ആളുകൾ കോൺഗ്രസ് വിടാൻ തയ്യാറുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അധികാര സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോ അദ്ദേഹം പറയുന്നു, അതെ, 1000 ആളുകൾ എന്നോടൊപ്പം കോൺഗ്രസിൽ നിന്നും വിരമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ മാത്രമേ എല്ലാ ക്രിസ്ത്യാനികൾക്കും കേരളത്തിൽ മാറ്റമുണ്ടാകൂ എന്നാണ് വഖഫ് വിഷയത്തെ സംബന്ധിച്ച് DCC സെക്രട്ടറി പറയുന്നത്. ഇന്ത്യ ജനാധിപത്യവും മതേതരത്വവും സോഷ്യൽ കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷെ അടുത്ത കുറെ കാലമായി കേരളത്തിൽ, ഇന്ത്യ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ സോഷ്യലിസവും മതേതരത്വവും ജനാധിപത്യവും അവഗണിക്കപ്പെടുന്നു. കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, അങ്ങനെ ആശയം പറയാം. 3 ടൈമായിട്ട് BJP ആണ്. ആശയം പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രിൻസിപ്പൽ നിലപാടിൽ മാറുന്നില്ല. കേരളത്തിൽ ജനങ്ങളുടെ സാധാരണ ആവശ്യങ്ങളിൽ പാർട്ടി ഒരു കൃത്യമായ നിലപാടെടുക്കുന്നില്ല. അത് സാധാരണ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരുടെ, പാവങ്ങള് പറമ്പിൽ പണി ചെയ്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ കാര്യങ്ങൾ. അവരുടെ പറമ്പിൽ പന്നി കയറിയാൽ അതിനെ തല്ലിക്കൊന്നാൽ കേസെടുക്കും. അതേസമയം അവരൊരു തല്ലിക്കൊന്നാൽ കേസെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് അവർ ചെയ്യുന്ന കാര്യം നേരെ തിരിച്ച ഫോറസ്റ്റുകാർക്ക് എന്ത് ചെയ്യാം? സർക്കാർ ചെയ്യുന്നത് കൃഷിക്കാർ, അതിന് പ്രത്യേക കാരണമുണ്ട്. കേരളത്തിലെ കൃഷിക്കാർ ക്രിസ്ത്യാനികളാണ്. BJP ഉണ്ടാക്കിയ ആക്ഷേപമുണ്ട് കേരളത്തിലെ കോടിയ ഭൂമിക്ക്. സത്യമായിരിക്കും. അതിന്റെ കാരണം കൃഷി ചെയ്യുന്ന ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവരാണ് കേരളത്തിലെ കൃഷിക്കാർ. വേറെ ആരും ചെയ്യുന്നില്ല. കേരളത്തിലെ കൃഷിക്കാർ നന്നായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. അവർക്കുള്ള മൂവ്മെന്റായിട്ട് സർക്കാരിനോട് മാറി. അതിനുള്ള പ്രശ്നങ്ങൾ. പക്ഷേ സർക്കാർ അങ്ങനെ മാറുമ്പോൾ കോൺഗ്രസിനോടുള്ള അങ്ങയുടെ പ്രതിഷേധം എന്താണ്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ പോലും ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. ഇവിടെ നമ്മൾ സമരം നടത്തുന്നു, അതിനകത്ത് പോലും കോൺഗ്രസിന്റെ ഒരു വ്യക്തമായ സ്റ്റാൻഡ് കോൺഗ്രസ് പറഞ്ഞില്ല. വഖഫ് ബില്ല് മുൻപ് ഉദ്ദേശിച്ച അതിനകത്ത് പോലും വയനാട് MP ആയ പ്രിയങ്കാഗാന്ധി പോലും പാർലമെന്റിൽ പോയില്ല. തെറ്റാണ്. പക്ഷേ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ക്രൈസ്തവരെയാണ്. ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? നിലവിലില്ലായിരുന്നു, പക്ഷെ മാറ്റം ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. ഇനി ക്രൈസ്തവരായ അത് ആസിയെന്നോ ലാറ്റിനെന്നോ അങ്ങനൊന്നുമില്ല, എല്ലാ ക്രിസ്ത്യാനികളും നാളുകളിൽ മാറ്റം ഉണ്ടാവും. ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടിൽ അങ്ങേപോലെ അതൃപ്തരായ അനേകം വ്യക്തികളുണ്ടോ ഇപ്പോഴും കോൺഗ്രസിന്? 14 ജില്ലകളിലും ദേശീയ ഭാരം അടക്കമുള്ളവർ രാജിവെക്കാൻ തയ്യാറായിരിക്കുക. ബ്ലോക്ക് ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമടക്കം പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, CPM ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് ഇനി BJP മാത്രമാണ് ഏക ആശ്രയം എന്ന് ഞാൻ പറയല. ഞാൻ BJP കൂടെ തീരുമാനിച്ചിട്ടില്ല, അതിനൊന്നും സമയമില്ല. കാരണം കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് സഹായിക്കാൻ CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, കേരള കോൺഗ്രസ് ഇല്ല. അങ്ങനെ വരുമ്പോ ആരെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അങ്ങയുടെ ഒരു അഭിപ്രായത്തില്? അതിനകത്ത് ഞാൻ സാഹൃദത്തോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എന്നോടൊപ്പം ഒരു 1000 പേര് കൂടുതൽ രാജിവെക്കാൻ തരം നിൽക്കുക. 1000 പേര്, 100 ഭാരവാഹികളും 1000 പേരും ഇടുക്കി ജില്ലയിൽ നിന്ന് ഇല്ല, കേരളം മുഴുവൻ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങയുടെ ഇനി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു തുടർന്നുള്ള നിലപാടുകൾ എന്താണ്? എനിക്ക് അത്യാവശ്യം കൃഷിഭൂമിയുണ്ട്, കച്ചവടമുണ്ട്, ആ ജോലി നമ്മൾ നടത്തും. കേരളത്തില് ജനദ്രോഹ നയം സ്വീകരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും സംഘടന, നേതാക്കൾ, നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ജനങ്ങൾ അത് തിരിച്ചറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഒരിക്കലും തിരിച്ചറിയില്ല എന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ഇറങ്ങാൻ പറ്റുമോ? നിലാവിന്റെ വെളിച്ചം കണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അവര് വസ്തുതാപരമായിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതെ, ഇതാണ് ജനാധിപത്യം. നന്ദി.